ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബീൻസ് കൊണ്ട് ഒരു മെഴുക്ക് വരട്ടിയാണ് ഞാൻ ഉണ്ടാക്കാൻ കാണിക്കുന്നത്. ഇത് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാൽ മതി. പച്ചമുളക്, ബീൻസ്, ഉപ്പ്, വെളിച്ചെണ്ണ, ഈ 4 സാധനം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ബീൻസ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ അച്ചിങ്ങപ്പയർ കൊണ്ടും ക്യാരറ്റ് കൊണ്ടും എല്ലാം നീളത്തിൽ മുറിച്ചിട്ടുണ്ടാക്കിയാൽ മതി. ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. വളരെ ചുരുക്ക സമയം കൊണ്ട് തന്നെ നമുക്ക് പാചകം ചെയ്ത് തീരും. ബീൻസ് എങ്ങനെ പൊട്ടിച്ചിടുന്നതെന്ന് ഞാൻ കാണിക്കാം. ഇതുപോലെ ബീൻസിൻ്റെ നാരെല്ലാം എടുത്ത് കളയണം. എന്നിട്ട് മുറിച്ചിടണം. ഇളയ ബീൻസാണ് ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ 2 ഇഞ്ച് നീളത്തിൽ 2 ഇഞ്ച് കഷ്ണം നീളത്തിൽ മുറിച്ചിടണം. പച്ചമുളക് നീളത്തിൽ കീറിയിടണം. അതുപോലെ പൊട്ടുന്ന ബീൻസ് വേണം എടുക്കാൻ. മൂത്ത് പോയാൽ അത്ര ടേസ്റ്റ് കിട്ടൂല. പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കീറി ഇടണം. ഇതിങ്ങനെ ഞാൻ ബീൻസ് കഴുകി വെച്ചതാണ്. ഇനി എല്ലാം ഇതുപോലെ പൊട്ടിച്ചിട്ടതിന് ശേഷം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനൊരു ഉരുളിയിലാണ് ബീൻസ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഉരുളിയിൽ തന്നെ ആക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലാക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. മുളക് ലാസ്റ്റിലാണ് ഇടേണ്ടത്, അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചേക്കുവാണ്. ഇനി നമുക്കത് ഒരു മൂടി വെച്ച് അടച്ചിട്ട് വേവിക്കാം. വെന്തതിന് ശേഷം പച്ചമുളകും വെളിച്ചെണ്ണയും ചേർക്കണം. വെന്തതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം. ഒരു 5 മിനിറ്റായി. ഇത് ശരിക്ക് വെന്തു. ഇതിൻ്റെ ഞാൻ മൂടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഞാനൊരു 5-8 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ച് കൂട്ടും കുറച്ചും കൂടി ചെയ്യാം. പച്ചമുളക് ഇട്ടു. ഇനിയിപ്പം നമുക്ക് വെള്ളം വറ്റുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കണം. എരിവിനനുസരിച്ചിട്ട് എത്ര മുളകാന്ന് വെച്ചാൽ അത് നമുക്ക് ചേർക്കാം. ഇപ്പം ഇതിലെ വെള്ളമെല്ലാം വറ്റി. ഇനി ഞാൻ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മൊരിച്ചിട്ടെടുക്കാം. എണ്ണ ഇത്ര ചേർക്കുന്നില്ലെങ്കിൽ 1 ടേബിൾ സ്പൂണും ചേർത്താലും മതി. അത് ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇതുപോലെ ഇളക്കിയിട്ട് കുറച്ച് മൊരിക്കണം. അതിനുശേഷം നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഈ പാകത്തിന് ആകുമ്പോൾ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ മൊരിക്കണമെങ്കിൽ മൊരിച്ചിട്ടെടുക്കാം. ഇതാ നമ്മുടെ ബീൻസ് മെഴുക്ക് വരട്ടി റെഡിയായി. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് വളരെ നല്ലതാണ്. വിറ്റാമിൻസ് ഒന്നും നഷ്ടപ്പെടാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ്.